ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ കോർണർ ഓഫ് ഇൻ്റർനെറ്റ്. സോ ഇന്ന് നമ്മളുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. നമ്മൾ രാവിലെ തന്നെ എണീക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറി റെഡിയായി. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ടെസ്കോ വരെ പോവാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടൊരു ടെസ്കോ. അപ്പോൾ അവിടെ പോയി കുറച്ച് കുക്കീസൊക്കെ മേടിച്ച് വണ്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മറ്റേ ലേക്ക് ഡിസ്ട്രിക്റ്റൊക്കെ പോയിട്ട് അവിടെ മലയിൽ 3-4 മണിക്കൂർ മലയുടെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ വിശന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കാറിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് കുറച്ച് കുക്കീസൊക്കെ മേടിച്ച് വെക്കാം. ഇനി നമ്മളുടെ ഭാഗ്യം കൊണ്ട് ഇന്നും ഏതെങ്കിലുമൊക്കെ മലയിൽ പോയി പെട്ടുപോയാൽ വണ്ടിയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ. കുക്കീസ് കഴിച്ച് വിശപ്പടക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഈ ഐഡിയ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, നമുക്ക് കാറിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വണ്ടി മുതലാളി പറഞ്ഞു, കാറിലിരുന്ന് അങ്ങനെ സ്നാക്സ് കഴിക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. കാർ അലമ്പാക്കുന്ന ഒരു സാധനവും കാറിൽ വെക്കാൻ പറ്റില്ല എന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ച് എന്നെയാണോ ഓടിക്കുന്ന വണ്ടീനെയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഓടിക്കുന്ന വണ്ടീനെയാണ് ഇഷ്ടമെന്ന് എൻ്റെ മുതലാളി പറയും. അത്രയ്ക്ക് ചറ്റയാണ് എൻ്റെ മുതലാളി ഗൈസ്. എനിവേ, അപ്പോൾ നമ്മൾ ടെസ്കോയിലൊക്കെ പോയി കുക്കീസും പിന്നെ കാറിലേക്ക് വെക്കാൻ കുറച്ച് ടിഷ്യൂ ബോക്സൊക്കെ മേടിച്ചു. ടെസ്കോയിൽ കയറിയിട്ട് ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കാണാനില്ല. സോ ഐ തിങ്ക് ഞാൻ ടെസ്കോയുടെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ജസ്റ്റ് ഓൺ ചെയ്തതേ ഉള്ളൂ, റെക്കോർഡിങ് ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തു. നമ്മൾ ഇപ്പം അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ വിൻഡർമ്യ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോവാം. അത് ആക്ച്വലി ലേക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. വിൻഡർമ്യയിലൊരു ബീച്ച് സൈഡിലേക്ക് നമ്മൾ പോവാം. നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അങ്ങോട്ടേക്ക് പോവാം. In 50 yards at the roundabout, take the first exit onto Newbridge Road, A597. ഇന്ന് നല്ല ക്ലൈമറ്റ് ഉണ്ട്. In a quarter of a mile at the roundabout, take the third exit onto ഇന്നാണ് നമ്മൾ ഇന്നലത്തെ മല കയറുന്ന. എനിക്ക് അടിപൊളിയായിരുന്നു അല്ലേ? അയ്യോ വേണ്ട, എനിക്ക് മതി. പക്ഷെ അതിനകത്ത് നമ്മളിപ്പോൾ കയറാൻ പോയാലും നമ്മളെ അവർ ആ 4 പാസ് വീണ്ടും കയറിപ്പിക്കും. പിന്നെ ഇന്നും നമ്മൾ ഇതിനകത്ത് പെട്ട് കിടക്കും. ഇപ്പം ഞാൻ ആക്ച്വലി മെൻഷൻ ചെയ്ത ആ പാസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ 2 പാസ് കയറണമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. പക്ഷേ ഏറ്റവും കൂടുതൽ കയറണമെന്ന് ആഗ്രഹിച്ച പാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ബാക്കി എല്ലാ പാസും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കയറി. അപ്പോൾ അവിടെ പോകണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇന്നും ഇനി ആദ്യം അതിനകത്ത് കയറി ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നും ആ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ മലയിൽ പെട്ട് കിടക്കേണ്ട അവസ്ഥ വരും. എനിക്കിനി ലേക്ക് ഡിസ്ട്രിക്റ്റിന് അങ്ങോട്ട് പോകാനേ താല്പര്യമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ സ്ഥലം. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ആൾക്കാരും ബഹളവും തേരപ്പാര ആൾക്കാർ നടക്കുക. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഭയങ്കര ശൂന്യമായ അന്തരീക്ഷമാണോ കറക്റ്റ് വേർഡെന്ന് എനിക്കറിഞ്ഞൂടാ. ഭയങ്കര ശാന്തവും സംഭവങ്ങളൊക്കെ ആയ ഒരു സ്ഥലം. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ബാക്കി വ്യൂസൊക്കെ കാണും.
സ്ഥലം എത്തി ഗൈസ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട്. എന്താ പറയുന്നത്, ബീച്ചൊക്കെ അടിപൊളി, പിന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് മുകളിലേക്ക് നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറച്ച് നടന്നു, മൊത്തം കയറിയൊന്നുമില്ല, പക്ഷെ കുറച്ച് നടന്നു. പക്ഷേ ഞാൻ അധികം വീഡിയോ എടുത്തില്ല. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലമായിരുന്നു. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയതാണോ, വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചാണോ, ഫോണൊക്കെ പോക്കറ്റിലിട്ട് അങ്ങ് പോയി. ഭയങ്കര അടിപൊളി സ്ഥലമായിരുന്നു. ആൾക്കാരാണെങ്കിൽ ഈ ഡോഗ്സിനെ കൊണ്ട് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെ എന്താ പറയുന്നത്, ഇന്നലെ ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റ് കയറി. ആ ഒരു ഡേ 1 എത്ര അലമ്പായി പോയോ, അതിൻ്റെ ഭയങ്കര ഇരട്ടി എന്താ പറയുക അടിപൊളിയായി ഇന്നത്തെ ദിവസം. ഇന്നത്തെ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നടന്ന്, ഇത്രേ ഉള്ളൂ വീഡിയോ. ബാക്കി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിവിടെ നിന്ന് പോവാണ്. ഇനി കണ്ടോ, അത് ഫുള്ള് ബീച്ച് സൈഡാണ്. ഇവിടെ ഫുള്ള് നമ്മൾ ഈ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുന്നത് ഫുള്ള് ബീച്ച് സൈഡിൽ കൂടെയാണ്. അപ്പോൾ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് സാധാരണ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് പോവാൻ തോന്നത്തില്ല. അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, കുറച്ചുകൂടെ സമയം നിൽക്കണം, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ നമ്മൾ കുറേ നടക്കുകയൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വന്നപ്പം ഇവിടെ നിന്ന് പോകാനിറങ്ങിയപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് നമ്മൾ ഇനിയിപ്പോൾ ഒരു 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കോട്ട്ലാൻഡിലെത്തും. അങ്ങോട്ടേക്കാണ് ആക്ച്വലി നമ്മളുടെ ട്രിപ്പ്. പിന്നെ ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇന്നലെ ലേക്ക് ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ ആയിരുന്നു ഇന്ന് ആക്ച്വലി ഇവിടെ കുറച്ച് സമയം ഉച്ച വരെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോവാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് സ്കോട്ട്ലാൻഡിലേക്ക് പോകാൻ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോയപ്പോൾ വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല. സ്ഥലം ഇഷ്ടമായെങ്കിലും ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ്. ഈ സ്ഥലം ആക്ച്വലി നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇനി എന്താണെങ്കിലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ബാക്കി കാഴ്ച കാണും.
ഗൈസ് നമ്മൾ സ്കോട്ട്ലാൻഡ് ബോർഡറിലേക്ക് കയറാൻ പോവാണ്. ദൂരെ നിന്ന് മറ്റേ സ്കോട്ട്ലാൻഡിൻ്റെ ഫ്ലാഗിൻ്റെ സൈൻ കണ്ടപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്തു, വീഡിയോ ഓൺ ചെയ്തു. അപ്പം ഞങ്ങൾ സ്കോട്ടിഷ് ബോർഡറിലേക്ക് കയറി. അപ്പോൾ ഇനി സ്കോട്ട്ലാൻഡ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.